മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ചേർത്ത് ഇപ്പോൾ ഒരു കാര്യം നിങ്ങളോട് പറയാം. ഒന്നാമത്തെ കാര്യം ഞാൻ പണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഡോക്ടർമാരുടെ ചികിത്സാരീതിയും മരുന്ന് കൊടുക്കലും അതിൻ്റെ പ്രശ്നങ്ങളും ഇതെല്ലാം പരിഹരിക്കുന്നതിന് കർമ്മ തെറപ്പി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഈ ശരീരത്തിനെ കുറിച്ച് പരിധിക്കപ്പുറം ചിന്തിച്ച് ഡോക്ടർമാർ അത് ചെയ്യരുത്, മരുന്ന് കഴിക്കണം, BP ഉണ്ട്, മുട്ടുവേദനയുണ്ട്, ഇതെല്ലാം പറഞ്ഞ് ഒരു സാധാരണ മനുഷ്യനെ പോലും രോഗിയാക്കുന്ന ഒരവസ്ഥ ഇപ്പൊ കാണാൻ സാധിക്കും. അത് ഞാൻ നിരന്തരം പറഞ്ഞിട്ടുണ്ട്, വീണ്ടും പറയുന്നത് വിരസാണ്, ഞാൻ അതിലേക്ക് കടക്കണില്ല. രണ്ടാമത് ഞാൻ പറഞ്ഞത് കുറച്ചു മുമ്പ് ഈ പ്രൊഫസർ ചന്ദ്രശേഖരൻ സാറിനെ കുറിച്ച്, ശ്രീവരാഹം ചന്ദ്രശേഖരൻ സാറിനെ കുറിച്ച് ഞാൻ പറഞ്ഞതാണ്. ഒരു അവതാരമായി ജനിച്ച് 15 വർഷം പ്രവർത്തിച്ച് ഋഗ്വേദത്തിന് നല്ല ഭാഷ്യം എഴുതി, സന്ദേശം എഴുതി, കേന്ദ്ര ഗവൺമെന്റ് HRD ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, അത് ഈ മിനിസ്ട്രിയുടെ അല്ല UPAയുടെ കാലത്ത് കൊടുത്ത എമൗണ്ടാണ്. കാരണം ഇപ്പോൾ 5-6 വോളിയം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറേ കാലങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതായിരിക്കും. ഇപ്പൊ മോഡി വേദം പ്രസിദ്ധീകരിക്കാൻ പൈസ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് വിഷമിക്കൊന്നും വേണ്ട, അല്ല UPA ഗവൺമെന്റ് കൊടുത്തതാണ്. ഏതായാലും ആ ചന്ദ്രശേഖരൻ സാറ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചു. ഒരു തെറ്റ് പോലും ഇല്ലാതെ കുറേ പേരെ തമ്മിൽ യോജിപ്പിച്ച് പ്രസിദ്ധീകരിച്ചപ്പോൾ ഒരു കാര്യം അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. 80-85 വയസ്സായി. അദ്ദേഹത്തിന് വലത്തെ കണ്ണിന്റെ കാഴ്ച ആൾമോസ്റ്റ് പോയി. അങ്ങനെ ആൾമോസ്റ്റ് ആ കണ്ണിന്റെ കാഴ്ച പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്കും ഇതിങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു. എഴുതുമ്പോൾ എല്ലാവരും കൂടി നിർബന്ധിച്ച് ഒരു ഐ സ്പെഷ്യലിസ്റ്റിനെ കണ്ടു തിരുവനന്തപുരത്ത്. ആ ഐ സ്പെഷ്യലിസ്റ്റ് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇനി ഒരു പേജ് പോലും നിങ്ങൾ എഴുതരുത്, എഴുതിയാൽ നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച ഇനി തിരിച്ചു കിട്ടാത്ത വിധത്തിൽ പോകും. ഇനി ആവശ്യം കണ്ണിന് വിശ്രമമാണ്, ഒരു കാരണവശാലും എഴുതരുത്, വായിക്കരുത്, കണ്ണിനും തലച്ചോറിനും കണ്ണിലൂടെ സ്ട്രെയിൻ കൊടുക്കരുത്. ഇതെല്ലാം അദ്ദേഹം പറഞ്ഞു, ആ ഐ സ്പെഷ്യലിസ്റ്റ്. ഇതും കേട്ട് ഇദ്ദേഹം ഒന്നും മിണ്ടാതെ തിരിച്ചു വന്നു. ഇപ്പോ വേറൊരാൾ ഇദ്ദേഹത്തിനോട് പറഞ്ഞു, ഇപ്പോ ഒരു ഐ സ്പെഷ്യലിസ്റ്റിനെ കണ്ടില്ലേ, കാര്യങ്ങൾ ജീവിത വീക്ഷണത്തോടു കൂടി കാണുന്ന വേറൊരു ഐ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, എല്ലാം തമാശയായിട്ട് കാര്യങ്ങൾ കാണുന്ന ആളാണ്, അദ്ദേഹത്തിനെ കൂടി നമുക്ക് കാണാമെന്ന് പറഞ്ഞ് ഇദ്ദേഹം തന്നെ, ഈ പ്രൊഫസർ ചന്ദ്രശേഖരൻ തന്നെ പറഞ്ഞ സംഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അദ്ദേഹം രണ്ടാമത്തെ ഐ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് പോയി. ഐ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വളരെ തമാശ രൂപത്തിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇപ്പോ അങ്ങ് എത്ര പേജ് വെച്ച് എഴുതുന്നുണ്ട്? അദ്ദേഹം പറഞ്ഞു, ഒരു 10-15 പേജ് വെച്ച് ഓരോ ദിവസവും ഞാൻ എഴുതുന്നുണ്ട്. അതുപോരാ, ഒരു 20-25 പേജ് വെച്ച് ഓരോ ദിവസവും എഴുതണം, നിരന്തരം എഴുതിക്കൊണ്ടിരിക്കണം. നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നോക്കരുത്, എഴുതാൻ പറ്റുന്നിടത്തോളം എഴുതിക്കൊണ്ടിരിക്കുക. എഴുതിക്കൊണ്ടിരിക്കുന്നത് എഴുതാതെ മരിക്കുന്നതിനേക്കാൾ നല്ലതാണെന്ന് നിങ്ങൾ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. എഴുതിക്കൊണ്ടിരിക്കുന്നത് എഴുതാതെ മരിക്കുന്നതിനേക്കാൾ നല്ലതാണ് എന്ന് നിങ്ങൾ പറയുന്നത് കേട്ടു. അത് തന്നെയാണ് നിങ്ങൾക്കുള്ള മരുന്ന്. അതുകൊണ്ട് ഇനി ഒന്നും ചെയ്യേണ്ട, ധൈര്യമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുക. ഇത് കേട്ട് സന്തോഷത്തോടുകൂടി പ്രൊഫസർ ചന്ദ്രശേഖരൻ സാറ് വീണ്ടും എഴുതാൻ തുടങ്ങി. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണ് കേട്ടോ, മരിച്ച ആളൊന്നുമല്ല. അദ്ദേഹത്തിനെ വിളിച്ചു വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ശ്രീവരാഹത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വീട്. അദ്ദേഹത്തിന്റെ ഇതിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ണിന്റെ കാഴ്ച കുറേ തിരിച്ചു കിട്ടി. ഇപ്പൊ ആൾമോസ്റ്റ് നോർമലായി. വലത്തെ കണ്ണ് ആൾമോസ്റ്റ് നോർമലായി. ഇടത്തെ കണ്ണിന് പണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, അത് അതേപോലെ തുടരുന്നു. ഞാൻ നിങ്ങളോട് ഈ രണ്ടും കൂടി ചേർത്ത് പറയാൻ കാരണം, എനിക്ക് വയ്യ, എൻ്റെ മുട്ടുവേദനയുണ്ട്, എനിക്ക് BP ഉണ്ട്, തലവേദനയുണ്ട്, ശരീരവേദനയുണ്ട്, തളർച്ചയുണ്ട് എന്ന് പറഞ്ഞ് എന്തെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കല്ലേ. അതൊക്കെ ഉണ്ടാവും, അതൊക്കെ പോവും, വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറയാറില്ലേ ഞാൻ ഇറങ്ങുകയാണ്, ഇനിയൊക്കെ വരും പോലെ വരട്ടെ. ആ ഗജേന്ദ്ര മോക്ഷത്തില്, ഭാഗവതത്തില് ആ ആന ഒരു കഥയാണ്. ആന ചെയ്യാവുന്നതെല്ലാം ചെയ്തു രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. പക്ഷെ അവസാനം അതിന് മനസ്സിലായി, ഞാൻ വിചാരിച്ചതിന് രക്ഷപ്പെടാൻ പറ്റില്ല, ഈശ്വരനിൽ അർപ്പിച്ച് അത് പ്രവർത്തിച്ചു എന്നുള്ള രീതിയിലാണ്. അത് തന്നെയാണ് ജീവിതത്തിലും വേണ്ടത്. നിങ്ങൾ ചെയ്യാവുന്നതെല്ലാം ചെയ്യാം. നമുക്ക് ഭേദമാക്കാൻ പറ്റാത്ത തരത്തിലുള്ള അസുഖങ്ങളും രോഗങ്ങളും ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്.
അതിനെക്കുറിച്ചല്ല പറയുന്നത്. നമ്മളുടെ തോന്നലുകളിലൂടെ നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്ന കുറേ രോഗങ്ങൾ, കുറച്ച് രോഗം ഉണ്ടാവും, പക്ഷെ അത് ഭയാനകമാണെന്നൊരു തോന്നലാണ് നമ്മളെ തളർത്തുന്നത്. അതിനെതിരെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഈ പ്രൊഫസർ ചന്ദ്രശേഖരൻ സാറിൻ്റെ ഈ ധന്യമായ ജീവിതവും, അദ്ദേഹം 2 ഐ സ്പെഷ്യലിസ്റ്റുമാരെ കണ്ട് അതിൽ ഒരാൾ പറഞ്ഞതും മറ്റേ ആൾ പറഞ്ഞതും തമ്മിലുള്ള രീതി നോക്കിയിട്ട് ജീവിക്കുന്നിടത്തോളം കാലം നിമിഷം ജ്വലിതം ശ്രേയം നതുധൂമായിത്തും ചിരം, ഒരു നിമിഷമേ ജീവിച്ചിരിക്കുന്നുള്ളൂ എങ്കിലും ജ്വലിച്ചുകൊണ്ട് ജീവിക്കാം. ഒരു നിമിഷമേ നമ്മൾ ഭൂമിയിലുള്ളൂ എങ്കിലും ജ്വലിച്ചുകൊണ്ട് ജീവിക്കാം. കരയാനും ദുഃഖിക്കാനും വേദനിക്കാനും പ്രാകാനും ശപിക്കാനും കുറ്റം പറയാനും അതൊക്കെ ചെയ്തോളൂ, പക്ഷെ അത് നമ്മുടെ ജീവിതത്തെ തടയരുത്. അതൊക്കെ തടസ്സത്തിന്, നെഗറ്റീവുകൾക്ക് കാരണമാകാത്ത വിധത്തിൽ ധന്യമായി നഹി ധൂമായിത്തും ചിരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നിരന്തരം പുകഞ്ഞുകൊണ്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഒരു നിമിഷമേ ജീവിക്കുന്നുള്ളൂ എങ്കിൽ കൂടി ജ്വലിച്ചുകൊണ്ട് ജീവിക്കാം. ജ്വലിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൊഫസർ ചന്ദ്രശേഖരൻ സാറിൻ്റെ ഈ 15 വർഷത്തെ ഒരു മഹായജ്ഞം, ഒരു നോബൽ സമ്മാനത്തിന്, രവീന്ദ്രനാഥ ടാഗോറിന് ഗീതാഞ്ജലിക്ക് നോബൽ സമ്മാനം കിട്ടിയെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൃതികൾക്ക് കിട്ടിയെങ്കിൽ, ഡോക്ടർ CV രാമന് രാമൻ ഇഫക്റ്റിന് നോബൽ സമ്മാനം കിട്ടിയെങ്കിൽ, ഈ പുസ്തകം ഈ 8 വോളിയത്തിൽ 8 അഷ്ടകം വീതം ചേർത്ത് 8 വോളിയത്തിൽ 8 64 അധ്യായങ്ങൾ, അതിലെ ധന്യമായ സന്ദേശം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ നിങ്ങൾക്ക് എത്തിക്കാൻ സാധിച്ച ആ മനുഷ്യന്റെ ജീവിതം നമുക്ക് ഈ ഒരു കാര്യത്തിന് മാതൃകയാവട്ടെ. പ്രണാമം, നമസ്കാരം.